തുടർച്ചയായ അഞ്ചാം ദിവസവും ഇറാനിലേക്ക് US ആക്രമണം. നിരവധി നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 35 പേർ മരിച്ചു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് കടലിടുക്കിലെ US ഉപരോധം മറികടക്കാൻ ശ്രമിച്ച ഇറാനിയൻ എണ്ണ ടാങ്കർ US സെൻട്രൽ കമാൻഡ് തകർത്തു. ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും പ്രത്യാക്രമണം ഇറാൻ നടത്തി. ചർച്ചയിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. Iran, the Islamic Republic of Iran, is not happy right now. Should have been done 47 years ago. Should have been done at least during the 47-year period. And it wasn't. Other presidents didn't do what was right. They should have done it a long time ago. It would have been much easier. And they want to settle so badly. They don't like what we're doing. And they do want to settle. We'll find out whether or not we settle with them or we just finish it off. But I want to thank Secretary of War Pete Hegseth. He's been amazing. Pete, thank you very much. Great job. അജയുടെ വിശദാംശങ്ങളുമായി അജയ്, ഇത് കൂടുതൽ വീണ്ടും നമ്മൾ ഈ യുദ്ധത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇത് വീണ്ടും ആക്രമണങ്ങൾ തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. 35 പേർ മരണപ്പെട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ ആധിപത്യം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ ആവശ്യമെന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ നീക്കം. പിന്നാലെ കഴിഞ്ഞ ദിവസം GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അത് ഇടപെട്ടുകൊണ്ട് ആ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ട്രംപിന്റെ ഡിമാൻഡുകൾ, ട്രംപിന്റെ ആവശ്യങ്ങൾ വീണ്ടും കൂടുതൽ ശക്തമാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? ചർച്ചകൾ എങ്ങനെയായിരിക്കും ഇനി ഉണ്ടാകുക? ചർച്ചയുടെ കാര്യം ആകെ ഒന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. കാര്യം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങളല്ല ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രത്തിന്റെ ലംഘനം നടത്തിയത്. ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അതിനെ ബഹുമാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയാണ് ധാരണാപത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അവരാണ് മറുപടി പറയേണ്ടത് എന്നുള്ള രീതിയിൽ തീർത്തും ഈ ചർച്ചയോട് സഹകരിക്കാത്ത മനോഭാവം തന്നെയാണ് ഇറാൻ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അമേരിക്ക ഇപ്പോഴും പറയുന്നത് ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ്. പക്ഷേ അമേരിക്ക മേഖലയിൽ തങ്ങളുടെ ആക്രമണം ഒരിക്കലും അവസാനിപ്പിക്കാനും കൂട്ടാക്കിയിട്ടില്ല. ഇറാന്റെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ആക്രമണമാണ് തുടർച്ചയായിട്ടുള്ള 5ാം ദിവസവും US നടത്തിയിരിക്കുന്നത്. പിന്നെ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ആണവ വിഷയങ്ങളിലുള്ള ഒരു സമവായമായിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രധാന ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ അത് ഹോർമുസ് കടലിടുക്കിന്റെ അധികാരം സംബന്ധിച്ചുള്ള ഒരു വടംവലിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ US ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ നിലവിൽ വന്നിട്ടുണ്ട്. ആ ഉപരോധം വീണ്ടും വന്നതിന് ശേഷം ആദ്യത്തെ ഇറാനിയൻ കപ്പലിന് നേരെ US ആക്രമണം നടന്നിട്ടുണ്ട്. ഒരു ആളൊഴിഞ്ഞ ഇറാനിയൻ ടാങ്കറിനെയാണ് US ആക്രമിച്ചതെന്നാണ് വിവരം. ഈ ടാങ്കർ പൂർണ്ണമായിട്ട് തകർത്തു എന്നാണ് USന്റെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ഭാഗത്തുനിന്ന്, ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവിധ ഇറാനിയൻ നഗരങ്ങളിൽ ഇതുവരെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖേഷം ദ്വീപ്, അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ്, പിന്നെ ഛബഗർ, ഖൊറാമാബാദ് എന്നീ നഗരങ്ങളിലാണ് ഇതുവരെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും നിരന്തരമായിട്ട് സൈറനുകൾ മുഴങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെയും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറാനിയൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇതുവരെ 35 പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണങ്ങളിൽ. 300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇറാൻ ഇപ്പോൾ നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണവും ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകൾ നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമാണ് അവർ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിച്ചതായിട്ടാണ് അതത് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോൺ തകർത്തതായിട്ടും IRGC നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ ഈയൊരു ആക്രമണങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിലും ചെറിയൊരു വർധനവുണ്ട്. ക്രൂഡ് ഓയിൽ വില നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില 85.28 ആയിട്ടുണ്ട്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നത് അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മുൻപ് പലരും പറഞ്ഞത് ക്രൂഡ് ഓയിൽ വില $300 പെർ ബാരൽ കടക്കുമെന്നാണ്. എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു. ഇനി ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ ഇറാൻ ചർച്ചകളിലേക്ക് കടന്നു വന്നാൽ ഉടൻ തന്നെ ഈ ക്രൂഡ് ഓയിലിന്റെ വില $68 തിരിച്ചെത്തും എന്നതാണ് ട്രംപിന്റെ ഒരു പുതിയ പ്രഖ്യാപനം. അല്ല അജയ്, അതോടൊപ്പം തന്നെയാണ് ഒരു 2ാം ഘട്ട
രീതിയിലായിട്ട് വേണമെങ്കിൽ പറയാമോ? തുടർച്ചയായ 5-ാം ദിവസം ആകുമ്പോഴേക്കും ഇറാൻ ഒരു എന്താ പറയുക, ഒരു ധാരണയിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അങ്ങനെ ഒരു ചർച്ചയ്ക്കോ ധാരണയിലേക്കോ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആക്രമണം, അതിൻ്റെ ശക്തി കൂടുതൽ പോകാനല്ലേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു ചോദ്യവും കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ആ രീതിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഇങ്ങനെയെങ്കിലും ഒരു വഴി തുറക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ടോ? ഇല്ല എന്ന രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടി വരൂ. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് സമവായത്തിനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും ഖത്തറും കൂടി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇറാനെ ചർച്ചകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി പോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇറാൻ്റെ മുൻ പരമോന്നത നേതാവിൻ്റെ സംസ്കാര ചടങ്ങിനിടെ US ആക്രമണം നടത്തിയതും യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇറാൻ്റെ തെക്കൻ മേഖലകളിൽ കനത്ത നാശനഷ്ടം വിതച്ചതിലും ഇറാൻ വളരെയധികം പ്രകോപിതരാണ്. ഇറാൻ്റെ വിദേശകാര്യ വക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അത്തരത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് US ആണ് ധാരണാപത്രത്തിൻ്റെ ലംഘനം നടത്തിയത്, അവർ ഒരിക്കലും ധാരണാപത്രത്തെ ബഹുമാനിച്ചിട്ടില്ല, തങ്ങൾ എപ്പോഴും അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങളും ഒരു അധികാര തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളെയും കനത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ UAEയുടെ 2 കപ്പലുകളെ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനു മുമ്പ് ഇറാൻ തകർത്തിരുന്നു. അതിൽ ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ട ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ US-ഉം തിരിച്ച് ആക്രമണം തുടങ്ങിയിട്ടുണ്ട് എണ്ണ ടാങ്കറുകൾക്ക് നേരെ. ഇപ്പോൾ ഒരു ആളൊഴിഞ്ഞ ഇറാനിയൻ ടാങ്കറിന് നേരെ US ആക്രമണം നടത്തി. മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ ഇറാനിയൻ തീരത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ US ആക്രമിച്ചപ്പോൾ അതിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവമടക്കം ഉണ്ടായിട്ടുണ്ട്. ഇത് കനത്ത ഒരു വില വർധനവിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടുള്ള പോക്കെങ്കിൽ മുൻപത്തെ രീതിയിൽ ഒരു $100 ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരാനുള്ള സാധ്യതയുള്ളതായിട്ടാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും തുടർച്ചയായ 5-ാം ദിവസവും ശക്തമായ ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല, അങ്ങനെ ഒരു സാധ്യത എന്തായാലും നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്.